കേൾക്കാനും ആയുസിനു വേണ്ടി ഉറക്കെ പ്രാർത്ഥിച്ചു കൊള്ളുക. ആയുഷ്മാൻ ഭവ. കണ്ടല്ലോ, റെഡി. ശരി, അത് ക്ലിയർ ആയിട്ട് അതുപോലെ അങ്ങെടുത്തോ. നരേന്ദ്രപ്രസാദിനെ കാണിക്കുന്ന എടാ, ആദ്യം കൈകളുടെ സംഭവം ഉണ്ട്. ആ കൈകളുടെ ആക്ഷൻസ് എടുത്ത് കൊള്ളാം. എല്ലാം തന്നെയും കൂടെ വിളിച്ചിഞ്ഞ് കേട്ട് നിന്റെ നെഞ്ചു കയറിയിരുന്ന് പൊങ്കാലയിടും. ഇങ്ങനെടാ നരേന്ദ്രപ്രസാദ്. കുഴപ്പമില്ല, ഇപ്പൊ നരേന്ദ്രപ്രസാദ് സാറിനെ എല്ലാവർക്കും പഠിക്കാം. നിനക്ക് നാരങ്ങ പുഴി അറിയാമോ? അതറിഞ്ഞാ മതി. ഈ 2 നാരങ്ങ അസലായിട്ടൊന്ന് പുഴിഞ്ഞ് നല്ല രീതിയിൽ പുഴിഞ്ഞ് നല്ല നീര് വരണം ആദ്യം തന്നെ. ഇനി നാരങ്ങ തറയിലിട്ടിട്ടോ. പുഴിച്ചിൽ നിർത്തരുത്. കൈ സൈഡുകളിലേക്കാക്കി പുഴിയൂ. കറക്റ്റ്. ഇനി വെട്ടുവലിന്റെ അസുഖം കൊടുക്കും. വെട്ടുവലി അത് തന്നെ. നാരങ്ങ എറിഞ്ഞു പിടിക്കൂ. അത് തന്നെ. ഇനി അസലായിട്ട് എല്ലാരും കൊഞ്ഞണം കുത്തു. അത് തന്നെ. ഡയലോഗ്. അങ്ങനെ പ്രസാദ് സാറിനെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഏത് താരത്തെ പഠിക്കാം? മധു. നമുക്ക് എല്ലാവർക്കും അറിയാം, മലയാളത്തിന്റെ കാരണവർ ഭാവാഭിനയ ചക്രവർത്തിയാണ് ശ്രീ മധു. മധു സാറിനെ പഠിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാന്നുള്ളത്, ആദ്യം പുള്ളിയുടെ കൈകളുടെ സംഭവമുണ്ട്, പിന്നെ നടത്തയുണ്ട്, മുഖത്ത് വരുന്ന ഭാവാഭിനയമുണ്ട്, ഡയലോഗ് ഉണ്ട്. ഇതെല്ലാം ക്ലിയർ ആയിട്ട് വായിച്ചതുകൊണ്ട് ഭാവാഭിനയ ചക്രവർത്തി മധു. ഇങ്ങനെ വന്നിട്ട് മുഖത്ത് വരുന്ന ഭാവാഭിനയം വളരെ ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചോണം കേട്ടാ. കണ്ട വന്നിറങ്ങണ കണ്ട വന്നിറങ്ങിയത് കണ്ട. ഇങ്ങനെ വന്നതിന് ശേഷം ഇനി ഡയലോഗ്. രാഘവ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ആ കല്യാണിയമ്മയുടെ മകൾ രാജലക്ഷ്മിയുമായി നിനക്ക് എന്താടാ ബന്ധം? ചോദിച്ചത് കേട്ടില്ലേ? പ്രേമമൊന്നും മണ്ണാങ്കട്ടെന്നും പറഞ്ഞ് അവളുടെ പുറകെ നടന്നിട്ട് ഒടുവിലെല്ലാം കഴിഞ്ഞപ്പോൾ നിനക്ക് അവളെ വേണ്ടതായി. ഇല്ലടാ പട്ടി, പൊക്കവന്റെ മുമ്പിൽ നിന്ന് പോകാൻ എന്ന് പറഞ്ഞതിന് ശേഷം കുറച്ച് ഭാവാഭിനയം സൈഡിൽ നിന്ന് വാരി വിതറണം. ഇങ്ങനെ പോകാൻ കണ്ട, സൈഡിൽ നിന്ന് കുറച്ച് വാരി വിതറിയിട്ട് പോകണം. ഓക്കെ, റെഡി, ആക്ഷൻ. മധു സാറിനെ എടുക്കാം. ഇങ്ങനെടാ മധു സാറ് തവള ചാട്ടോ. ക്ലിയർ ആയിട്ട് മധു സാറിന് എല്ലാവർക്കും പഠിക്കാന്നുള്ളതാണ്. നിനക്ക് സൈക്കിള് വിട്ടാൻ അറിയാമോ? കൈകൊണ്ട് സൈക്കിള് വിട്ടാൻ അതറിഞ്ഞാ മതി. കൈകൊണ്ട് സൈക്കിള് വിട്ടിക്കും. അപ്പം മധു സാറിന്റെ പിന്നെ ഭാവാഭിനയത്തിന്റെ പകുതി വരും. കൈകളുടെ സംഭവം എല്ലാം റെഡിയാവും. ആക്ഷൻ. ബ്രേക്ക്. തിരിച്ചു കിറക്കൂ. കറക്റ്റ്. ഇപ്പൊ മധു സാറിന്റെ കൈകളുടെ സംഭവം ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇനി ഇടത്തെ കാലം ആർക്കും വേണ്ട, അത് എടുത്ത് എറിഞ്ഞ് നടക്കൂ. അത് തന്നെ. ഇനി കറക്റ്റായിട്ട് വേണ്ടത് ഭാവാഭിനയാണ്. അതിന് മുമ്പ് ഈ ബൗൾക്കം വായിലോട്ടിട്ട് ചവച്ചോ, തിന്നിറക്കരുത്, തൊണ്ടേ കുരുങ്ങി ചത്തുപോകും. ഇനി മെയിനായിട്ട് വേണ്ടത് ഭാവാഭിനയം. ഈ സാധനം അത് വരാൻ വേണ്ടിട്ട് വേറൊന്നും വേണ്ട. നീ ഡയലോഗ് പറയാനായിട്ട് റെഡിയായിരുന്നോ? ഇപ്പൊ ഭാവാഭിനയം മുഖത്ത് പൊട്ടി വിരിയുന്ന നമുക്ക് ശ്രദ്ധിക്കാം. റെഡി, ആക്ഷൻ. തുമ്മരുത്. കണ്ട തുമ്മരുത്. സൈക്കിള് വിട്ടാ നിന്നെ കട്ടിയാക്കി തുമ്മരുത്. അടി ഈ കടപ്പുറത്ത് മണ്ണ് തുമ്മരുത്. അടി. അങ്ങനെ ഭാവാഭിനയ ചക്രവർത്തി മധു സാറിനെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഏത് താരത്തെ പഠിക്കാം? മമ്മൂട്ടി.